രാഷ്ട്രപതിയുടെ പാർലമെന്റിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകി. പ്രതിപക്ഷത്തിന്റെ പ്രീണന രാഷ്ട്രീയം ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്ന് മോദി. രാഹുലിന്റെ ഹിന്ദുത്വ പരാമർശം മാപ്പർഹിക്കാത്തതെന്നും മോദിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിയോട് പ്രകോപിതനായി സ്പീക്കർ ഓം ബിർല. നീറ്റിൽ ബുധനാഴ്ച ലോക്സഭയിൽ ചർച്ച ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിവരങ്ങൾ സിബി നൽകും. സിബി, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? വിനു, പ്രതിപക്ഷ ബഹളത്തിനിടെയായിരുന്നു നരേന്ദ്രമോദിയുടെ ലോക്സഭയിലെ മറുപടി പ്രസംഗം. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തെ വൈകാരിക വിഷയമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി ലോക്സഭയിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ ഹിന്ദുക്കൾക്കെതിരായി ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കം രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ അംഗങ്ങളും നടത്തിയെന്ന് മോദി ലോക്സഭയിൽ ആരോപണം ഉന്നയിച്ചു. 100 വർഷം കഴിഞ്ഞാലും രാജ്യത്തെ ഹിന്ദുക്കൾ ഇത് മറക്കില്ല എന്നും മോദി പറയുകയും ചെയ്തു. ये कहां गया? हिंदू हिंसक होते हैं? ये है आपके संस्कार, ये है आपका चरित्र, ये है आपकी सोच. ये देश शताब्दियों तक इसे भूलने वाला नहीं है. മണിപ്പൂർ വിഷയം സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ എഴുന്നേറ്റുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം നടത്തി. പിന്നീട് സഭയുടെ നടുത്തരത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങി കൈകളടിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുമായിരുന്നു വലിയ പ്രതിഷേധം. നിരവധി തവണ നരേന്ദ്രമോദിയുടെ പ്രസംഗം തടസ്സപ്പെടുന്ന രീതിയിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വെച്ചു. ആ സമയത്തെല്ലാം തന്നെയും സ്പീക്കർ ഇടപെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ എംപിമാരെയും ശാസിക്കുകയും ക്ഷുഭിതനാവുകയും ചെയ്യുന്ന കാഴ്ചയ്ക്കും ഇന്ന് ലോക്സഭ വേദിയാവുകയും ചെയ്തു. संसद में तरीका ठीक नहीं है. मैं आग्रह करूंगा, आप इस तरीके से संसद की मर्यादाओं को बनाए उचित नहीं है. हर कसौटी पर कसने के बाद എന്തായാലും മണിപ്പൂർ വിഷയത്തിൽ ഇത്തവണയും ഒരു മൗനം തുടരുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അതോടൊപ്പം തന്നെ നീറ്റ് വിഷയത്തിൽ 2 വാക്കുകളിൽ ഒതുക്കി കർശനമായ നടപടി നീറ്റ് വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് മോദി വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധിയാണെന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ വിജയത്തെ പരിഹസിച്ചല്ലാതിനെയും മറ്റ് സഖ്യകക്ഷികളുമായി ചേർന്ന് ഉള്ള കോൺഗ്രസ് ഒരു പരാത ജീവിയാണെന്നല്ലാതിനെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. പക്ഷേ പ്രതിപക്ഷം ഉന്നയിച്ച അഗ്നിവീർ അതോടൊപ്പം തന്നെ അയോധ്യ അതോടൊപ്പം തന്നെ കർഷക പ്രശ്നമൊന്നും തന്നെയും മോദിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിരുന്നു. വിനു, സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.